റോഷ്നീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൺ മന്തിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് മന്തി റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സവോളയൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 കഷ്ണം പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള എല്ലാം വാടി വരുമ്പോഴത്തേക്കിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ബീഫിൻ്റെ മാഗിയുടെ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മന്തിയുടെ മസാല കയ്യിലുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൺ ഇടാം. അപ്പോൾ ബീഫിൻ്റെ സ്റ്റോക്കിനകത്ത് ചെറിയ ഉപ്പ് രസമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ മട്ടൺ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക്, ബേ ലീവ്സ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഷാ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും ചേർക്കാം. ഇനി ഞാനൊരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മട്ടൻ്റെ സ്റ്റോക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ 3 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് 6 ഗ്ലാസ് വെള്ളം വേണം. അപ്പം നമ്മൾ മട്ടൺ വേവിച്ച ആ സ്റ്റോക്കും കൂടെ ഉൾപ്പെടെ 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിനകത്തോട്ട് 2 ഉണക്ക നാരങ്ങയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ചേർക്കാം. ചെറിയ തീയിലിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണിക്ക് ഒരു സ്മോക്കി ഫ്ലേവറാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ വെച്ച് കൊടുക്കാം.
റൈസിനെ നമുക്ക് കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കോട്ട് നമ്മൾ കനൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഫോയിൽ പേപ്പറും കൊണ്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കുമ്പോഴത്തേക്കിനും ആ റൈസിനും ആ മട്ടനും ഒക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിട്ട് വരും. അപ്പം നമ്മുടെ മന്തി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല പൊളി ടേസ്റ്റോടു കൂടി നമ്മുടെ മട്ടൻ മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ. ബിരിയാണിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ടൊമാറ്റോ ചട്നി, മീൻ ചട്നിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം.